ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മെട്രോ മാൻ ശ്രീധരൻ സാറിൻ്റെ വീട്ടിലാണ്. ഇവിടെ ഒരു ബയോഡൈജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മുടെ ടീം വന്നു. ഞാൻ സാറിനെ കാണാനും കൂടിയായിട്ട് വന്നതാണ്. ഇവിടെ ഒരു കൺവെൻഷണൽ ടാങ്കാണുള്ളത്, സെപ്റ്റിക് ടാങ്ക്. അതിൽ നിന്ന് ലീക്ക് ഉണ്ടായിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പം അതിനകത്ത് കുറച്ച് വ്യത്യാസം കണ്ടു വെള്ളത്തിൻ്റെ ക്വാളിറ്റിയിൽ. അപ്പോഴാണ് ഈ ടാങ്ക് ഒന്ന് നോക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ ടാങ്ക് നോക്കിയപ്പോൾ അത് ലീക്കായിട്ടുണ്ട്. അങ്ങനെ ലീക്കായത് മാറ്റിയിട്ട് ഒരു ബയോഡൈജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഈ ബയോഡൈജസ്റ്റ് DRDO റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒരു സംവിധാനമാണ്. ഈ ടോയ്ലറ്റ്സിൽ നിന്ന് വരുന്ന എഫ്ലുവൻ്റ് ഉണ്ടല്ലോ, അത് സാധാരണ സെപ്റ്റിക് ടാങ്കിനേക്കാളും ഭേദം ബയോഡൈജസ്റ്റ് ആണെന്ന് എനിക്ക് നല്ല ബോധ്യമായി. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഇവിടെ ഞങ്ങൾക്ക് 4 ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട്. അതിൽ പുറത്തുള്ള ഒരു കോംപ്ലക്സിൽ നിന്ന് എനിക്കൊരു സംശയം, അതിന് ശരിക്ക് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നില്ല. അതുകൊണ്ട് അത് ഞാൻ മാറ്റാൻ തീർച്ചയാക്കി. സമുദ്ര ഷിപ്പ്യാർഡ് അവർക്കൊരു പുതിയ കമ്പനി തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. സമുദ്ര പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫുള്ളി ഓൺഡ് കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അവരുടെ സഹായത്തിന് വിളിച്ച് അവർ വന്നിട്ട് ചെറിയ 3-4 ആൾക്കാർ ഉപയോഗിക്കുന്ന ഇതാണ് ടോയ്ലറ്റാണ്. അതിന് ചെറിയ ഒരു ബയോഡൈജസ്റ്റർ ഇവിടെ എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നിനെപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അത് പ്രത്യേകിച്ച് ഞാൻ ഈ ടോയ്ലറ്റ് എടുക്കാനുള്ള കാരണം അത് ഞങ്ങൾ കുടിക്കുന്ന കിണറിൻ്റെ അടുത്താണ്. അതുകൊണ്ട് ഒരു കിണറ്റിലേക്ക് യാതൊരു സെപ്റ്റിക് ടാങ്ക് കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാവുന്ന നിലയ്ക്കാണ് ഈ ബയോഡൈജസ്റ്റ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിനുള്ള പൈപ്പ് വേണ്ടി വരും. ഇതാണ് ബയോഡൈജസ്റ്റർ. ഇതാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കൊണ്ടുവന്നത്. ഇതിൻ്റെ കപ്പാസിറ്റി 500 ലിറ്ററാണ്, 500 ലിറ്റേഴ്സ്. ആക്ച്വലി ഈ 500 ലിറ്റർ ശരിക്കും ഒരു 6 പേർക്കൊക്കെ ഉപയോഗിക്കാം. ഇത് ഒരു ഫിറ്റ് ആൻഡ് ഫോർഗെറ്റ് സിസ്റ്റമാണ്. വയ്ക്കുക, ഇന്നോക്കുലം ഫില്ല് ചെയ്യുക, കണക്ട് ചെയ്യുക, പിന്നെ നേരെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ 25 വർഷമോ 30 വർഷമോ എത്ര കഴിഞ്ഞാലും ഇതിൽ നിന്നൊരു ഓവർഫ്ലോ ഉണ്ട്. ആ ഓവർഫ്ലോ വരുന്നത് നേരെ ചെടിക്ക് എന്തിനെങ്കിലും വെച്ച് കൊടുക്കാം. സ്ലറി സാധാരണ സെപ്റ്റിക് ടാങ്കിൽ ഉണ്ടാകുന്ന പോലുള്ള സ്ലറി ഉണ്ടാവില്ല, 0 സ്ലറിയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ സെപ്റ്റിക് ടാങ്ക് 2 കൊല്ലം 3 കൊല്ലമൊക്കെ കൂടുമ്പോൾ സ്ലറി എടുത്ത് മാറ്റുന്നത് പോലെ ഇതിനകത്ത് ഒന്നുമില്ല. അതുകൊണ്ട് ഫിറ്റ് ചെയ്താൽ 25, 30, 40 കൊല്ലം അങ്ങനെ തന്നെ ഇരുന്നുള്ളൂ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഇതിൻ്റെ ബാക്ടീരിയയുടെ ഫുഡ്.